بسم الله الرحمن الرحيم. നിലമ്പാരിൽ നിന്ന് അഷ്ഫാഖ് ചോദിക്കുകയാണ്, ഭർത്താവ് മരിച്ചാൽ സ്ത്രീ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കണമെന്ന് ഖുർആൻ പറയുന്നു. ഇതിൻ്റെ ന്യായമായി പറയുന്നത് സ്ത്രീ ഗർഭിണിയാണോ എന്നറിയാനും മരണത്തിൽ ദുഃഖം ആചരിക്കാനുമാണ് എന്നാണ്. ഇന്ന് ഗർഭധാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അറിയാനുള്ള ശാസ്ത്രീയ മാർഗമുണ്ടെന്നിരിക്കെ ഖുർആനിലെ ഈ നിയമത്തിന് പ്രസക്തിയുണ്ടോ? ദുഃഖം മാറാൻ 4 മാസം 10 ദിവസം വേണമെന്നതിന് വല്ല ശാസ്ത്രീയ അടിത്തറയുമുണ്ടോ എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഇദ്ദയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ സൂക്തങ്ങളിൽ പറയുന്നുണ്ട്. ആ ഖുർആനിൽ അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പലരും അത് ഗർഭധാരണത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഗർഭധാരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന് പ്രസക്തി ഉണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും പരിശുദ്ധ ഖുർആനിൽ ഇദ്ദയെക്കുറിച്ച് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ വചനത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീ 3 ശുദ്ധികാലം ഇദ്ദയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, 3 ആർത്തവകാലം. അതേപോലെ തന്നെ 234-235 വചനങ്ങളിൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേത് ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയാണ്, ഇത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയാണ്. അതുതന്നെ സ്പർശിക്കുന്നതിന് മുമ്പ് വിവാഹമോചനം നടക്കുകയാണെങ്കിൽ ഇദ്ദ വേണ്ടതില്ല എന്ന് ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 49-ാമത്തെ വചനത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ 65-ാമത്തെ അധ്യായം സൂറത്ത് ത്വലാഖിലെ 4-ാമത്തെ വചനത്തിൽ ഗർഭിണിയായിരിക്കെ ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്താൽ അവർ പ്രസവിക്കുന്നതോടുകൂടി ഇദ്ദകാലം അവസാനിച്ചു എന്ന് കാണാൻ കഴിയും. ഇതിൻ്റെ എല്ലാം ശാസ്ത്രീയമായ വസ്തുത എന്താണെന്നാണ്. ഇതെല്ലാം കർമ്മശാസ്ത്രപരമാണ്. ഒന്നാമതായി എല്ലാം ശാസ്ത്രീയമായി വിശദീകരിക്കണമെന്നില്ല, വിശദീകരിക്കേണ്ടതില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞാൽ, ഖുർആൻ പറഞ്ഞാൽ അതാണ് അതിലെ ശാസ്ത്രം. കർമ്മശാസ്ത്രപരമായി പറഞ്ഞൊരു കാര്യം, ആ കാര്യം അതേപോലെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് മുസ്ലിമിനുള്ളത്. അതിലെ സയൻസ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. മദ്യപിക്കാതിരിക്കുന്നത് മുസ്ലിം അത് ശാസ്ത്രീയമായി അപകടകരമാണെന്ന് സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് അത് പടച്ചവൻ നിരോധിച്ചതുകൊണ്ടാണ്. വ്യഭിചരിക്കാത്തത് എയ്ഡ്സ് ഉണ്ടാവുന്നുള്ളതുകൊണ്ടല്ല, പടച്ചവൻ നിരോധിച്ചതുകൊണ്ടാണ്. ഇതേപോലെ ഇദ്ദയിരിക്കുന്ന സ്ത്രീകൾ 4 മാസം 10 ദിവസം ഇദ്ദയിരിക്കുന്നത് പടച്ചവൻ അങ്ങനെ കൽപ്പിച്ചതുകൊണ്ടാണ്. ഇവിടെ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഗർഭധാരണം അതറിയാൻ വേണ്ടിയാണോ? അങ്ങനെ ഈ ആയത്തുകളിലൊന്നുമില്ല. ഗർഭമുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തണമെന്ന ആയത്തിലുണ്ട്. പക്ഷേ ഗർഭധാരണത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ഇദ്ദ ഇരിക്കുന്നത് എന്ന് ഒരായത്തിലുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യാഖ്യാനം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ആ വ്യാഖ്യാനം എപ്പോഴും എപ്പോഴും ആപ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ പെട്ടെന്ന് തന്നെ കുഞ്ഞ് ഉണ്ടോ, ഗർഭം ധരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോൾ പിറ്റേന്ന് തന്നെ വിവാഹം ചെയ്യാമെന്നാണ്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇത് പടച്ചവൻ കൽപ്പിച്ചതാണ് എന്നുള്ളതാണ് നിയമം. ഇനി അതിൽ വല്ല ശാസ്ത്രീയ അടിത്തറയുമുണ്ടോ? ശാസ്ത്രീയമായി തന്നെ നോക്കുകയാണെങ്കിൽ പെണ്ണ് അവൾ വിവാഹം കഴിഞ്ഞാൽ മറ്റൊരു വിവാഹത്തിന് സജ്ജമാകണമെങ്കിൽ മാനസികമായി തന്നെ കുറച്ച് സമയമെടുക്കുമെന്നുള്ളത് ശാസ്ത്രീയമായ വസ്തുതയാണ്, അന്വേഷണാത്മകമായ വസ്തുതയാണ്. പെണ്ണിനെക്കുറിച്ച് പറയുക അവളുടെ മനസ്സും ശരീരവുമെല്ലാം തന്നെ മോണോഗമസ് ആണെന്നാണ്. പുരുഷൻ്റെ മനസ്സും ശരീരവുമെല്ലാം പോളിഗമസാണ്. അഥവാ പുരുഷൻ ഒരേ സമയത്ത് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടാനും കഴിയും, മാനസികമായി ഒന്നിലധികം സ്ത്രീകളെ മനസ്സിൽ ഉൾക്കൊള്ളാനും കഴിയും. മനസ്സിൽ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയുണ്ടെങ്കിലും മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ, ആ ഭാര്യയ്ക്ക് അതേ സ്ഥാനം നൽകാൻ, മറ്റേ ഭാര്യയുടെ സ്ഥാനത്തിന് ഒരല്പം പോലും കോട്ടം നൽകാതെ തന്നെ ഈ ഭാര്യയ്ക്ക് സ്ഥലം കൊടുക്കാൻ അവന് കഴിയും. അതേപോലെ ഒരു ഭാര്യയുണ്ടെങ്കിൽ ഒരുപാട് കാമുകികളുമായി യോജിക്കാൻ കഴിയും, വേശ്യയുമായി രമിക്കാൻ കഴിയും. ഇതെല്ലാം പുരുഷന് സംതൃപ്തി നൽകുന്ന അനുഭവങ്ങളായിരിക്കും. അവൻ്റെ മനസ്സിൽ അതിനെല്ലാം സ്ഥാനം ഉണ്ടായിരിക്കും. എന്നാൽ പെണ്ണങ്ങനെയല്ല. പെണ്ണ് മോണോഗമസാണ്. ആത്മാർത്ഥമായി സംതൃപ്തിയോടുകൂടി രമിക്കണമെങ്കിൽ പോലും അവൾ ഇഷ്ടപ്പെടുന്ന പുരുഷനുമായിട്ടേ പറ്റൂ. അവൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു പുരുഷനെയോ ഒരു സമയത്ത് ഒരു പെണ്ണിന് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഇത് മനഃശാസ്ത്രപരമായ വസ്തുതയാണ്. ഒന്നിലധികം പുരുഷന്മാരുമായി സ്ത്രീകൾ ബന്ധപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അതെല്ലാം അവരുടെ പ്രകൃതിക്കെതിരാണ് എന്ന ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഈ വിഷയമായിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ വിശദീകരിക്കുന്നില്ല.
ഇങ്ങനെ മോണോഗമസായ പെണ്ണ്, ആ പെണ്ണ് ഒരു പുരുഷനെ മനസ്സിൽ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മറ്റൊരു പുരുഷൻ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ഉള്ള പുരുഷൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് വിവാഹിതകളായ സ്ത്രീകൾ അവർ പലപ്പോഴും അവർക്ക് കാമുകനുണ്ടായി കഴിയുമ്പോൾ ഭർത്താവുമായിട്ടുള്ള ബന്ധം വലിയ ക്രൂരതയായി അവർക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ അടുത്ത് നമ്മൾ കേട്ട ചില വളരെ ക്രൂരമായ ക്രൂരകൃത്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ സ്ത്രീകളുടെ അടുത്ത് നിന്നുണ്ടായത്. സ്വന്തം ഭർത്താവിനെ ഉറക്കി കിടത്തിയിട്ട് കഴുത്തിൽ കത്തിവെച്ച് അറുത്ത് കൊല്ലുക. എന്താ? കാമുകനുള്ളത് കൊണ്ട്. കാരണം എന്താണ്? കാമുകൻ ഉള്ളത് കൊണ്ട് തന്നെ ഭർത്താവ് അവളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ഭർത്താവ് ഇറങ്ങിയ ഭർത്താവുമായുള്ള ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് പോലെയാണ്. എങ്ങനെങ്കിലും അവയിൽ നിന്ന് രക്ഷപ്പെടണമെന്നേ ഉണ്ടാവൂ. ഇത് മറ്റേ കാമുകൻ മുതലെടുക്കും കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഒരു മോണോഗമസ് ആയിട്ടുള്ളൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനസ്സിലുള്ള ഭർത്താവ് അയാൾ മരണപ്പെട്ട് പിരിയാണെങ്കിൽ അയാളെ ഇറക്കിയിട്ട് വേറൊരാളെ കയറ്റിയാൽ മാത്രമേ അവൾക്ക് പുതിയ ആൾക്ക് സംതൃപ്തമായ ദാമ്പത്യം നൽകാൻ കഴിയുള്ളൂ. അതിന് എത്ര കാലം വേണം എന്നുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഇറക്കേണ്ടതുണ്ട് പുതിയ ആളെ കയറ്റണമെങ്കിൽ. ആ ഇറക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ച, പെണ്ണിനെ സൃഷ്ടിച്ച, പുരുഷനെ സൃഷ്ടിച്ച പടച്ചോൻ തീരുമാനിച്ചു ഭർത്താവ് മരിക്കുകയാണെങ്കിൽ 4 മാസം 10 ദിവസം വേണം. ആ സമയത്ത് ദുഃഖത്തിൽ കഴിയണമെന്നും ആ സമയത്ത് അവൾ വിവാഹാലോചന നടത്തരുത് എന്നുമെല്ലാം പറഞ്ഞത് അതുകൊണ്ടാണ്. വിവാഹാലോചന ആ സമയത്ത് അവൾക്ക് പാടില്ല. കാരണം അവളുടെ മനസ്സിൽ നിന്ന് ഉള്ള പുരുഷൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിച്ച് അയാളെക്കുറിച്ച് ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ ആ സമയത്ത് അവളുടെ മനസ്സ് പക്വമായിട്ടില്ല എന്ന് പടച്ചവൻ അറിയാം. പടച്ചവൻ അത് പറഞ്ഞു. ഇതേപോലെ തന്നെ വിവാഹമോചിതയാണെങ്കിൽ വ്യത്യാസമുണ്ട്. മരണപ്പെടുകയാണെങ്കിൽ അറ്റാച്ച്മെൻ്റ് കൂടുകയാണ് ചെയ്യുക. വിവാഹമോചനത്തിന് ഇസ്ലാമികമായ രീതി അനുസരിച്ചുള്ള മാർഗങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരുവിധം ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാകും അവളുടെ മനസ്സിൽ നിന്ന്. എങ്കിൽ പോലും 3 ശുദ്ധികാലം കഴിയണമെന്ന് പറഞ്ഞു. അതെന്താണ്? ആ രൂപത്തിലുള്ളൊരു ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇറക്കാൻ പ്രയാസമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. എന്നാൽ സ്പർശിക്കുന്നതിന് മുൻപാണെങ്കിൽ സ്പർശനത്തിലൂടെയാണ് പെണ്ണിൻ്റെ മനസ്സിലേക്ക് പുരുഷൻ കയറുന്നത്. അവളുടെ ശരീരത്തെ ആസ്വദിക്കുന്നതിലൂടെ തന്നെയാണ് പുരുഷനെ മനസ്സിലേക്ക് അവൾ കയറ്റുന്നത്. പുരുഷനും സ്ത്രീയും ആ രംഗത്തെല്ലാം കുറേ വ്യത്യാസമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ആ സ്പർശം കഴിഞ്ഞിട്ടില്ലെങ്കിലോ വേണമെങ്കിൽ വിവാഹമോചനം കഴിഞ്ഞാലാണെങ്കിലോ അല്ലെങ്കിൽ മരണപ്പെട്ടാലാണെങ്കിലോ എല്ലാം തന്നെ അവൾക്ക് വിവാഹം ചെയ്യാം. അതേസമയം സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, അതുമൂലമുള്ള ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ തമ്മിലുള്ള ലൈംഗികമായ എന്തെങ്കിലും രൂപത്തിലുള്ള ബന്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പറഞ്ഞ രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട്. അത് പടച്ചവനാണ് അറിയുക. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവായിരുന്ന പുരുഷനെ ഇറക്കിക്കഴിഞ്ഞ് പുതിയൊരു പുരുഷനെ സ്വീകരിക്കാൻ വേണ്ട സമയം പടച്ചവനറിയാം. പടച്ചവൻ തീരുമാനിച്ചു 4 മാസം 10 ദിവസമാണ് എന്ന്. അത് നാളെ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെടാതിരിക്കാം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ പറഞ്ഞതാണ് ആ രംഗത്തുള്ള അവസാനത്തെ വാക്ക് എന്ന് മനസ്സിലാക്കുക.